ശാസ്ത്രീയമായ അറിവ്, അതായത് ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും നശിപ്പിക്കുന്ന എന്താണ് നശിപ്പിക്കുന്നത്? ജ്ഞാനത്തെയും ജ്ഞാനവും വിജ്ഞാനവും ഇവിടെ സൂചിപ്പിക്കുന്നത് വിശുദ്ധമായ ആത്മാവിനെ കുറിച്ചും ആത്മാവിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ അറിവിനെയാണ്. അതിനെ നശിപ്പിക്കുന്ന ഏനം പാപ്മാനം, ഈ പാപിയെ, അതായത് കാമത്തെ, ഹി തീർച്ചയായും, പ്രജഹി ഹനിക്കുക. ഇതിന്റെ അർത്ഥം വായിക്കാം. അതുകൊണ്ട് ഭാരതസഭ ആദ്യമായി തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് ഈ പാപമുദ്രയായ കാമത്തെ മുരടിപ്പിക്കുക, ജ്ഞാനത്തെയും ആത്മസാക്ഷാത്കാരത്തെയും ഇല്ലാതാക്കുന്ന ഈ കാമത്തെ നശിപ്പിക്കുക. ഭാവാർത്ഥം ആരെങ്കിലും വായിക്കും? അക്ഷമതായി വായിക്കാം. ആരംഭത്തിൽ തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് കൊണ്ട് ആത്മസാക്ഷാത്കാരത്തിന്റെ ത്വരയെയും വിജ്ഞാനത്തെയും നശിപ്പിക്കുന്ന ഈ മഹാഭാവിയായ ശത്രുവിനെ അഥവാ കാമത്തെ നിർവീര്യനാക്കാൻ കഴിയുമെന്ന് ഭഗവാൻ ഉപദേശിക്കുന്നു. ആത്മാവിനെയും ആത്മാവല്ലാത്തതിനെയും വേർതിരിച്ചറിയലാണ് ആത്മാവ് ശരീരമല്ലെന്ന് ഗ്രഹിക്കലാണ് ജ്ഞാനം. വിജ്ഞാനമാകട്ടെ ആത്മാവിനെ കുറിച്ചുള്ള സവിശേഷ ജ്ഞാനവും ജീവന്റെ മൂലസ്വരൂപത്തെയും അതിന് പരമാത്മാവുമായുള്ള ബന്ധത്തെയും കുറിച്ചുള്ള അറിവാണത്. ഭാഗവതം 2.9.31 പറയുന്നത് ഇങ്ങനെയാണ്: ജ്ഞാനം പരമഗുഹ്യം മേ യദ്വിജ്ഞാന സമന്വിതം സരഹസ്യം തദംഗം ച ഗൃഹാണാഗതിദം മയാ. ആത്മാവിനെയും പരമാത്മാവിനെയും കുറിച്ചുള്ള അറിവ് ആശ്ചര്യകരവും അതിരഹസ്യവും അത്രേ. ഇങ്ങനെയുള്ള അറിവും സാക്ഷാത്കാരവും അവയുടെ വിവിധ വശങ്ങളിൽ ഭഗവാൻ സ്വയം തന്നെ വിശദീകരിക്കുകയാണെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനാവൂ. ഭഗവത്ഗീത നമുക്ക് ആത്മാവിനെ പറ്റിയുള്ള സാമാന്യവും സവിശേഷവുമായ ജ്ഞാനം നൽകുന്നു. ഭഗവത് അംശങ്ങളാണ് ജീവാത്മാക്കൾ. അവിടുത്തെ സേവനം മാത്രമാണ് അവരുടെ ചുമതല. ഈ ബോധമാണ് കൃഷ്ണാവബോധം. ജീവിതാരംഭം മുതൽക്കേ ഇത് പരിശീലിച്ചു പോരേണ്ടതാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരാൾക്ക് പൂർണ്ണമായ കൃഷ്ണാവബോധം ഉണ്ടാവുകയും അതിനനുയോജ്യമായി പ്രവർത്തിക്കാൻ കഴിയുകയും ചെയ്യും. ഈശ്വര പ്രേമത്തിന്റെ വികല പ്രതിബിംബം മാത്രമാണ് കാമം. ജീവാത്മാവിന് സ്വാഭാവികമാണത്. ആദ്യം മുതൽക്കേ കൃഷ്ണാബോധ ശിക്ഷണം ലഭിച്ച ഒരാൾക്ക് അങ്ങനെ സ്വാഭാവികമായ ദൈവപ്രേമം കാമമായി അധപ്പതിക്കില്ല. ഈശ്വരപ്രേമം കാമമായി മാറിയാൽ സ്വാഭാവിക നില കൈവരിക്കാൻ പ്രയാസമേറും. എന്നിരിക്കലും കൃഷ്ണാബോധത്തിന്റെ ശക്തി അമേയമാകിയാൽ വൈകി മാത്രം ആരംഭിക്കുന്നവനും ഭക്തി നിർഭരമായ സേവനത്തിന്റെ നിബന്ധനകൾക്ക് വഴിപ്പെടുന്നത് കൊണ്ട് ഈശ്വരപ്രേമിയാകാം. അതിന്റെ പ്രാധാന്യം ജീവിതത്തിന്റെ ഏത് ഘട്ടത്തിൽ ബോധ്യപ്പെടുന്നുവോ അന്നു മുതൽക്ക് കൃഷ്ണാബോധത്തോടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച് കൃഷ്ണന്റെ സേവനത്തിൽ ഏർപ്പെടുകയും കാമത്തെ ദൈവപ്രേമമാക്കി മാറ്റുകയും ചെയ്യാം. അതാണ് മനുഷ്യനെത്താവുന്ന അത്യുത്കൃഷ്ട പദം. ഹരേശ്വരം. ഇവിടെ ഈ ശ്ലോകത്തിൽ നമ്മൾ പഠിച്ചതൊക്കെ തന്നെ വീണ്ടും, അതായത് നമ്മുടെ ആഗ്രഹങ്ങളെ, കാമം, അതായത് നമ്മുടെ ആഗ്രഹങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എങ്ങനെ നശിപ്പിക്കാം, നമ്മളെ അതേക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ശരിക്കും ജ്ഞാനിയായ ഒരാളെ ആത്മസാക്ഷാത്കാരം നേടാൻ പ്രാപ്തമായ രീതി അറിവ് നേടിയ അല്ലെ ജ്ഞാനം നേടിയ ഒരാളെ ഈ ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ കാമം ആക്രമിച്ച് നശിപ്പിക്കുവോ? നശിപ്പിക്കുന്നോ ഇല്ലെന്നാണോ? നശിപ്പിക്കാം. അതിന് ഉദാഹരണങ്ങളുണ്ട് അല്ലേ? നമ്മുടെ വിശ്വാമിത്ര മുനിയൊക്കെ അങ്ങനെ ഉത്തമ ഉദാഹരണമാണ്. ജ്ഞാനിയാണ്, ഋഷിയാണ്, സന്യാസിയാണ്. അദ്ദേഹത്തെ പോലും ആഗ്രഹം, അടങ്ങാത്ത ആഗ്രഹം മൂലം അദ്ദേഹം അധപ്പതിച്ചു പോയി. അപ്പം നമ്മുടെ ആഗ്രഹത്തെ നമ്മൾ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഉപാധികൾ നമ്മൾ കണ്ടെത്താറുണ്ട്.
നമ്മുടെ ഭൗതിക ജീവിതത്തിൽ നമുക്ക് ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കത്തില്ല. നമുക്ക് ആഗ്രഹങ്ങളുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. നമുക്കറിയാം നിത്യാന്യ ജീവിതത്തിൽ നമുക്ക് എന്തുമാത്രം ആവശ്യങ്ങളാണ് വരുന്നത്. ഇതെല്ലാം ഒരുതരം കാമം അല്ലെങ്കിൽ ആഗ്രഹങ്ങളാണ്. ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നത്. നമുക്കിപ്പോൾ ആഹാരം വേണം, നമുക്ക് വസ്ത്രം വേണം, നമുക്ക് കുട്ടികളുടെ കാര്യം നോക്കണം, നമ്മുടെ വിവാഹം കഴിച്ചവരുടെ ഭർത്താവിൻ്റെ കാര്യം നോക്കണം, അതുപോലെ തന്നെ വൃദ്ധരായ മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ കാര്യം നോക്കണം. ഇതെല്ലാം നമ്മുടെ ആഗ്രഹമാണെന്ന് വെച്ചാൽ കണക്റ്റഡ് ആണ് ഇതെല്ലാം നമ്മളുമായിട്ട്. മാതാപിതാക്കളിൽ നിന്ന് നമ്മൾ വരുന്നു, അങ്ങനെ നമ്മളിൽ നിന്ന് കുട്ടികൾ വരുന്നു. അപ്പോൾ ഇതെല്ലാം കണക്ട്. അപ്പോൾ ഈ ആഗ്രഹങ്ങളെ നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുമോ? നമുക്ക് പലതരം ആവശ്യങ്ങൾ വരികയാണ്. അപ്പോൾ അമ്മ ഒരു കാര്യം പറഞ്ഞു, അപ്പം നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? നമ്മുടെ മോനൊരു കാര്യം പറഞ്ഞു, അല്ലെ മോളൊരു കാര്യം പറഞ്ഞു, നമ്മുടെ അധ്യാപകൻ ഒരു കാര്യം പറഞ്ഞു, നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റുമോ? ഇതെല്ലാം അവരുടെ ആഗ്രഹം എല്ലാം നമ്മുടെ അതിനെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്ന് നമ്മൾ അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്തേ പറ്റൂ. അപ്പോൾ ആഗ്രഹത്തെ നമുക്ക് നശിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ ഇത് ചില ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നശിപ്പിക്കുന്ന സാധാരണ രീതിയിലുള്ള ആഗ്രഹങ്ങൾ നമ്മുടെ ജീവിതോപാധിയായിട്ട് ബന്ധപ്പെട്ട് പോകുന്ന ആഗ്രഹങ്ങൾ നമ്മൾ പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് നമുക്ക് പറ്റും. പക്ഷെ നമ്മുടെ ജീവിതത്തെയും മറ്റുള്ളവരുടെ ജീവിതത്തെയും നശിപ്പിക്കുന്ന ചില ആഗ്രഹങ്ങൾ രൂഢമൂലമായിട്ട് ചില അവസരങ്ങൾ നമുക്ക് മറ്റുള്ള ആൾക്കാരുമായിട്ട്, ചീത്ത ആൾക്കാർ അല്ലെ അങ്ങനെ ചില ആൾക്കാരുമായിട്ട്, അല്ലെ നമ്മൾ മറ്റ് സാധാരണ നിലയിൽ അല്ലാത്ത ചില കാര്യങ്ങളിലേക്ക് എത്തപ്പെടുമ്പോൾ അങ്ങനെ ചില ആഗ്രഹങ്ങൾ നമ്മളിലേക്ക് എത്തപ്പെടാം. അങ്ങനെയാണ് നമ്മൾ പത്രമൊക്കെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, മയക്കുമരുന്നിൽ പിടിക്കപ്പെട്ടു, അല്ലെങ്കിൽ എന്തെങ്കിലും കൃത്രിമോത്രം കാണിച്ച് പിടിക്കപ്പെട്ടു, സാമ്പത്തിക തട്ട്, ഇതെല്ലാം ഈ കാമത്തിൽ നിന്നുണ്ടാകുന്നതാണ്, ആഗ്രഹത്തിൽ നിന്നുണ്ടാകുന്നത്. അപ്പൊ ഇപ്പൊ നമ്മുടെ ജ്ഞാനത്തെയും ഒരു പരിധി വരെ നമ്മൾ ജ്ഞാനം ആർജിച്ചാലും നമ്മളെ എന്താണ് ഈ ആഗ്രഹം നമ്മളെ കൊണ്ട് ചതിക്കുഴിയിൽ നമ്മളെ കൊണ്ട് എത്തിക്കുന്ന, ജ്ഞാനം ആർജിച്ചാൽ പോലും നമ്മളെ ചതിക്കുഴിയിൽ എത്തിക്കും. അപ്പൊ അതിനെ എങ്ങനെ നിയന്ത്രിക്കാം എന്നുള്ള ഒരു കാര്യമാണ്. വേറൊന്നുമല്ല, വളരെ സിമ്പിളാണ്. ഭഗവാന്റെ ഭക്തിയുത സേവനത്തിൽ ഏർപ്പെടുക എന്ന് മാത്രമുള്ള അതിനകത്ത് ഒരേ ഒരു പോംവഴി ഭക്തിയുത സേവനം മാത്രമാണ്. നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം ഭഗവാൻ സമർപ്പിക്കുക. ഇപ്പം നമുക്ക് നിസ്സാരമായ ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ ഒരു കുട്ടിക്ക് നമുക്കൊരു ഉടുപ്പ് വാങ്ങിക്കണം, അല്ലെ അവനുള്ള ആഹാരം വേണം. നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, നമുക്ക് ഭൗതികപരമായിട്ട് ചിന്തിക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് നല്ല ഒരു ഉടുപ്പ്, മറ്റേ അവരൊക്കെ ഇടുന്നതിനേക്കാളും അടുത്തുള്ള കുട്ടി ഇടുന്നതിനേക്കാളും അല്ലെങ്കിൽ മറ്റുള്ളവർ ഇടുന്നതിനേക്കാളും നല്ല ഉടുപ്പ് അവന് വാങ്ങിച്ചു കൊടുക്കണം, ഏറ്റവും നല്ല വില കൂടിയ ഡ്രസ്സ്, നല്ല തിളക്കമുള്ള വാങ്ങിച്ചു കൊടുക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ അത് ഭൗതികമാണ്. പക്ഷെ നമുക്കതിനെ വേറെ രീതി ചിന്തിക്കാം. എൻ്റെ കുട്ടി അവൻ നാളെ വളർന്നു വരികയാണ്, അവൻ നാളെ സമൂഹത്തിൻ്റെ നല്ല തലത്തിലേക്ക് അവൻ എത്തപ്പെടേണ്ടതാണ്, അവന് അതിനനുസരിച്ച് അനുയോജ്യപരമായ രീതിയിൽ നല്ല ഡ്രസ്സ് വേണം, അവൻ നാളെ ഒരു നല്ല ഭക്തനായിട്ട് വരണം, അവൻ നല്ല എടുക്കാനായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ അവനെ പ്രസന്റ് ചെയ്യണം. അതുകൊണ്ട് ഭഗവാനെ എനിക്ക് അവന് നല്ല രീതിയിൽ നടത്താനായിട്ട് അവന് നല്ല നല്ല വസ്ത്രങ്ങൾ, അവന് ഭഗവാന്റെ ആ ഒരു ഇച്ഛയ്ക്കനുസരിച്ച് നല്ല ഡ്രസ്സ് അവന്, അങ്ങനെ നമുക്ക് ചിന്തിക്കാം, ഇല്ലേ? അപ്പൊ അത് ആത്മീയമാകണം. അപ്പൊ ഭഗവാനുമായിട്ട് കണക്ട് ആകണം. ഇങ്ങനെ നമ്മുടെ ആഗ്രഹങ്ങളെ ഭഗവാനുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ ചിന്തകളും മറ്റുള്ള കാര്യങ്ങളും ഭൗതികതയിലേക്ക് എത്തപ്പെടാതെ നമുക്ക് നമുക്ക് പാപരഹിതമായ ഇതിലേക്ക് പോകാതെ നമുക്ക് ആത്മീയപരമായിട്ട് നമ്മുടെ പുരോഗതിക്കും ഉന്നതിക്കും പറ്റുന്ന രീതിയിലേക്കുള്ള ചിന്തകളിലേക്ക് അത് എത്തപ്പെടും. അപ്പൊ അതിന് നമ്മുടെ പുരാണത്തിനകത്ത് ഒരുപാട് കഥ, മുമ്പേ പറഞ്ഞ വിശ്വാമിത്രന്റെ കഥകൾ, അതുപോലെ തന്നെ നമ്മുടെ ദാമോദരമാസാണ് അതിന് ഉപോത്ബലകമായ ഒരു കഥ. ഈ ശ്ലോകത്തിനകത്ത് ഇതാണ് പ്രധാനമായിട്ട് ഇതേ പറയുന്നുള്ളൂ. കൂടുതലായിട്ട് അതിനകത്ത് മറ്റുള്ള കാര്യങ്ങളൊന്നും സൂചിപ്പിക്കുന്നില്ല. ഈശ്വരപ്രേമത്തിന്റെ വികല പ്രതിബിംബമാണ് കാമം. ഭൗതികപരമായ ആ ഒരു ചിന്ത എന്ന് പറയുന്നത് നമ്മൾ ഈശ്വരപ്രേമത്തിന്റെ മറ്റു വികലമായ, അതായത് നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ കാണുന്ന നമ്മളാണ് യഥാർത്ഥത്തിൽ അത് നമ്മുടെ ഒരു പ്രതിബിംബമാണ് എന്ന് പറഞ്ഞ പോലെ ഈശ്വരന്റെ യഥാർത്ഥ പ്രേമത്തിന്റെ മറ്റൊരു പ്രതിബിംബമാണ് ഈ ആഗ്രഹം അല്ലേ കാമം എന്നാണ് പറഞ്ഞത്. അത് യഥാർത്ഥ ഈശ്വരപ്രേമമാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ സേവനം ഭക്തിയുത സേവനമാണ്. ഭഗവാനെ സമർപ്പിച്ച് ഭഗവാനെ സ്മരിച്ച് നമ്മൾ കർമ്മം ചെയ്യുമ്പോഴേ ഉള്ളൂ അത് ഭക്തിയുത സേവനമാണ്. അതാണ് പറയുന്നത്. അപ്പം ഇന്ന് ദാമോദര മാസമാണ്, നമുക്ക് സമയം കുറവാണ്. ദാമോദര ഉപരിയായിട്ടുള്ള
ആരതി കൂടാതെ ദാമോദരാരതിയും നമുക്ക് ചെയ്യേണ്ടതാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാമം അല്ലെങ്കിൽ ആഗ്രഹം ആയിട്ട് ബന്ധപ്പെട്ട് ദാമോദര ലീലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കഥയാണ്. കുബേരന്റെ പുത്രന്മാർ. കുബേരൻ ആരാണെന്ന് അറിയാമോ? ആരാണ് കുബേരൻ? അറിയാമോ? എന്തോ? ആ, ദേവന്മാരുടെ ഖജാൻജിയാണ് കുബേരൻ. പ്രശ്നം, ദേവന്മാരുടെ സമ്പത്തെല്ലാം സൂക്ഷിക്കുന്ന ആളാണ്. നമ്മൾ ബാങ്കിലൊക്കെ കൊണ്ട് പണം ഇടത്തില്ല, SBI-യിലും ഇതിനെ കൊണ്ടൊക്കെ പണം ഇടത്തില്ല. ദേവന്മാർ അവരുടെ സമ്പത്തെല്ലാം കുബേരനെയാണ് ഏൽപ്പിക്കുന്നത്. കുബേരനാണ് അതിന്റെ സൂക്ഷിപ്പുകാരൻ. അപ്പം കുബേരൻ മഹാശിവഭക്തനായിരുന്നു കുബേരൻ. അപ്പൊ കുബേരന്റെ മക്കളായിരുന്നു നളകുബേരനും മണിഗ്രീവനും. 2 മക്കളുണ്ടായിരുന്നു കുബേരൻ. അവര് ചെറുപ്പക്കാരായിരുന്നു. അവര് ഒരു ചെറുപ്പത്തിന്റെ ഒരു അവസ്ഥയിലൊക്കെ എങ്ങനെയാണ് ഇച്ചിരി അഹങ്കാരവും ചില ദൂർത്തും നല്ല നടത്തിപ്പിന് മാതാപിതാക്കൾ അതിന് അനുസരിച്ചുള്ള രീതിയിൽ വളർത്തിക്കൊണ്ട് പോകുന്നതിൽ ആ സമയത്ത് അവര് ഇച്ചിരി ആർഭാടമൊക്കെ കാണിച്ച് നടക്കുന്ന ഒരു കാലമാണ് ചെറുപ്പകാലം എന്ന് പറയുന്നത്. അപ്പൊ മണിഗ്രീവനെ നളകുബേരൻ നമുക്കെല്ലാം നോക്കുമ്പോൾ എന്നാണ് അവരച്ഛൻ മഹാധനികനാണ്. ഞങ്ങൾക്ക് ഇനിയൊന്നും നോക്കാനില്ല, ഞങ്ങൾക്ക് ഇച്ചിരി അടിച്ചു പൊളിച്ചൊക്കെ അങ്ങ് നടക്കാം, സമ്പത്തൊക്കെ നിവൃത്തി ചെയ്തൊക്കെ ഇങ്ങനെ നടക്കാം. അങ്ങനെയുള്ള ഒരു ചിന്തയാണ്. സാധാരണഗതിയിൽ നമ്മള് നല്ലൊരു ശതമാനം സമ്പത്തുള്ള ആൾക്കാരുടെ മക്കള് അത് ഈശ്വരാധിഷ്ഠിതമായ ഒരു ജീവിതമല്ലാതെ സമ്പത്തിൽ തന്നെ ആർജിച്ചു പോകുന്നവരുടെ മക്കളൊക്കെ നല്ലൊരു ശതമാനം പേരും ഇങ്ങനെ അവര് മക്കളൊക്കെ ഉണ്ടായി വരുമ്പോൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ എങ്ങനെയാണ് ഇത് അധ്വാനിച്ചുണ്ടാക്കിയതെന്നോ ഇതിന്റെ കഷ്ടപ്പാടെന്നോ അറിയാതെ വളർത്താൻ നോക്കും ഈ മാതാപിതാക്കൾ. അങ്ങനെ വരുന്ന മക്കൾ നല്ലൊരു ശതമാനം എന്തെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള വ്യവഹാരങ്ങളിലൊക്കെ പിടിപെട്ട് അവരുടെ സമ്പത്തും നശിപ്പിക്കും, ഇവരുടെ ജീവിതവും വ്യർത്ഥമാക്കി കളയും. അപ്പൊ അങ്ങനെ മണിഗ്രീവനും നളകുബേരനും അവരുടെ അഹങ്കാരത്തിനനുസരിച്ച് അവരുടെ അച്ഛൻ ധനികനാണെന്നൊക്കെയുള്ള അഹങ്കാരത്തിനനുസരിച്ച് അതുപോലുള്ള വ്യവഹാരങ്ങളിലൊക്കെയാണ് പെട്ടാണ് അവർ ജീവിച്ചു പോകുന്നത്. അങ്ങനെ ഒരു ദിവസം അവര് കൈലാസപർവ്വതത്തിൽ ചെന്ന് അതിലൂടെ ഇങ്ങനെ നദീതീരത്തോടെ അവരിങ്ങനെ യാത്ര ചെയ്ത് പോകണം. മന്ദാകിനി എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. ഇവരുടെ കൂടെ കുറെ തരണീമണികളൊക്കെ ഉണ്ട്. സമ്പത്തുള്ളവരാണ്. നമുക്കറിയാം ഒരുപാട് സമ്പത്തൊക്കെ കുമിഞ്ഞുകൂടി കഴിഞ്ഞു കഴിയുമ്പം പല രീതിയിൽ ഇത് എങ്ങനെ ചെലവാക്കണം എന്നുള്ള രീതിയിൽ ചിന്തിച്ച് കിടക്കുന്ന ആൾക്കാരാണ്. നമ്മളൊക്കെ സംബന്ധിച്ചോളം എങ്ങനെയാണ് നമ്മളെങ്ങനെ വളരെ മൂല്യപരമായ രീതിയിൽ അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ മൂല്യാധിഷ്ഠിതമായ കാര്യങ്ങളിലേക്ക് അത് വിനിയോഗിക്കാമെന്ന് അങ്ങനെ ചിന്തിച്ചാണ് നമ്മൾ ജീവിക്കുന്നത്. സമ്പത്ത് വളരെയധികം സൂക്ഷിച്ച് നമുക്കധികം ധനമൊന്നും ഇല്ലാത്ത ആൾക്കാരാണ്. അപ്പൊ ഇത് കുമിഞ്ഞു കൂടിയിട്ട് ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നടക്കുന്ന ആൾക്കാരാണ്. അവര് പോകുന്ന ഇതുപോലെ മദ്യത്തിലും മദിരാശിയിലും അങ്ങനെയുള്ള വ്യവഹാരങ്ങൾ മയക്കുമരുന്നിലും ഒക്കെ ഇവര് ചെലവഴിച്ച് അങ്ങനെ അതിനകത്തൊക്കെ രസം കണ്ടെത്തുക. അപ്പൊ അങ്ങനെ മണിഗ്രീവനും നളകുബേരനും കൈലാസപർവ്വതത്തിലൂടെ ഇങ്ങനെ ആ മന്ദാകിനി നദിയുടെ തീരത്തൂടെ ഇങ്ങനെ തരുണീമണികളും ഒക്കെ ആയിട്ട് അവരിങ്ങനെ യാത്ര ചെയ്യാം. അപ്പൊ ഇവര് സമ്പത്തുള്ള നല്ല കുബേരന്മാരായിട്ടുള്ള ആണുങ്ങളുടെ കൂടെ സ്ത്രീകൾക്കും ഒക്കെ ഒരു താല്പര്യം തോന്നും. അവരുടെ വസ്ത്രരീതിയിലും അവരുടെ സൗന്ദര്യത്തിലും ആഡംബര ജീവിതത്തിലും ഒക്കെ അവരുടെ കൂടെയൊക്കെ കൂടുകൂട്ടി ജീവിക്കാം എന്ന് പറഞ്ഞ പോലെ തന്നെയുള്ളിലൊക്കെ ഇവരുടെ കൂടെയുണ്ട്. അങ്ങനെ ഇവര് മന്ദാകിനി നദിയിൽ ഇറങ്ങി വിവസ്ത്രയായിട്ട് ഇവര് എല്ലാവരും വിവസ്ത്രമായിട്ട് അവരങ്ങനെ ആ ഒരു ജലക്രീഡകളിലൊക്കെ അങ്ങനെ ഏർപ്പെട്ട് അവരെങ്ങനെ ആനന്ദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അവര് വാരുണി എന്ന് പറയുന്ന ഒരു മദ്യം നമുക്കിപ്പോ അറിയാം. നമ്മുടെ നാട്ടിൽ ഒരുപാട് മദ്യം പലതരത്തിലുള്ള മദ്യങ്ങളൊക്കെ കിട്ടും. നമ്മൾ അന്നത്തെ ആ ഒരു വൈദിക കാലഘട്ടത്തിലെ ആ ഒരു മദ്യമായിരുന്നു വാരുണി. സോമരസം എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ ഒരു വിശിഷ്ട മദ്യമാണ് വാരുണി. അങ്ങനെ ആ മദ്യമൊക്കെ കുടിച്ച് ഇവര് നളകുബേരനും മണിഗ്രീവനും ഈ തരണീമണികളും ആ മദ്യമൊക്കെ കുടിച്ച് അങ്ങനെ നഗ്നരായിട്ട് മന്ദാകിനി നദിയിൽ ഉല്ലസിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നാരദമുനി അതുവഴി കടന്നു പോകും. നാരദമുനി ആരായിരുന്നു? ഭഗവാന്റെ പരമഭക്തനായിരുന്നു നാരദമുനി. അപ്പൊ നാരദമുനി അങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഇവര് നാരദമുനിയെ കണ്ടിട്ട് ഇവര് കണ്ട ഭാവം നടിച്ചില്ല. എന്താണ് അങ്ങനെ ഭാവം നടിക്കാതിരിക്കാൻ കാര്യം? എന്താണ്? എന്തോ കുബേരന്റെ മക്കൾ ഒന്ന്. പിന്നെ എന്തുകൊണ്ടാണ് നാരദമുനിയെ ഒരു ഗവനിക്കാതിരുന്ന കാര്യം? എന്താണ്?
ആ മദ്യാസക്തിയിലായിരുന്നു അവരങ്ങനെ മദ്യം തലയ്ക്ക് പിടിച്ച് നമ്മളൊക്കെ ഇപ്പൊ നമുക്കറിയാം ചില സ്ഥലത്തൊക്കെ നമ്മൾ വഴികളിലൂടെയൊക്കെ നടന്നു പോകുമ്പോൾ കാണാം ചില ചെറുപ്പക്കാരൊക്കെ വഴിയിൽ 2-3 പേരൊക്കെ കൂടി നിന്നുകൊണ്ട് അവരൊരു പ്രത്യേക രീതിയിലുള്ള സംഭാഷണ ശൈലികളൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. നമ്മൾ പ്രായമുള്ളവരൊക്കെ നടന്നു പോകുമ്പോൾ ഗവനിക്കാത്ത രീതിയിലുള്ള ചില സംഭാഷണങ്ങളും മദ്യലഹരിയിലൊക്കെ അതൊന്നും കാര്യമല്ല. അല്ലെങ്കിൽ ഒരു പ്രായമുള്ള ഒരാൾ വരുന്നു, ഒരു വയോജനായ വരുന്നു, ഒരു കുട്ടി വരുന്നു, അങ്ങനെയൊന്നുമില്ല. ഒരു സ്ത്രീ വരുന്നു, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരി പോകുന്നു, അവർക്ക് അങ്ങനെ കമന്റുകളൊക്കെ പാസ്സാക്കി അവരങ്ങനെ അങ്ങ് നിൽക്കും. ചിലപ്പോൾ വേണ്ടാതിന്റെ വല്ലതും കാണിക്കുകയും ചെയ്യും. അപ്പം നാരദമുനിയെ അവര് കാണുക പോലും ആ കണ്ട ഭാവം നടിക്കാത്ത ആ ഒരു രീതിയിൽ അവരങ്ങനെ നിന്നു. അപ്പൊ തലയ്ക്ക് ശരിക്കും മദ്യം പിടിച്ചിട്ടുണ്ടായിരുന്നു ഇവര്. അങ്ങനെ അപ്പൊ നാരദമുനിക്ക് ഇവരുടെ ഈ അഹങ്കാരം ഈ രീതി ഈ കണ്ടുകൊണ്ട് നാരദമുനി അവരെ ശപിക്കുകയാണ്. അതായത് ദ്വാപരയുഗത്തിൽ നിങ്ങൾ യവളാർജുന വൃക്ഷങ്ങളായിട്ട് തീരട്ടെ എന്നുള്ളത്. യവളാർജുന വൃക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട്. ഒരു പ്രത്യേകതരം കായൊക്കെ ഉള്ള വേറൊരു പേരുണ്ട്, അർജുന വൃക്ഷം എന്ന് പറയാം. കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഇവിടങ്ങളിലൊക്കെ ഉണ്ട്. എന്തെങ്കിലും ഒരു ദിവസം കാണിക്കാം, അതിന്റെ കായും ആ വൃക്ഷവും കാണിക്കാം. നമ്മുടെ ഈ മിക്കവാറും റോഡ് സൈഡിലൊക്കെ മിക്കവാറും ഉണ്ട്. ആ യൂക്കാലിപ്സിന്റെ ഇല പോലൊക്കെ ഇരിക്കും, ഒരു ഡയമണ്ട് പോലെ ഇരിക്കും അതിന്റെ കാ. വലിയ വൃക്ഷമാവും. നമ്മുടെ കർണാടകത്തിലോട്ടൊക്കെ പോയി ഇഷ്ടം പോലെ. അങ്ങനെ യവളാർജുന വൃക്ഷങ്ങളായിട്ട് നിങ്ങൾ ജനിക്കട്ടെ എന്ന് പറയും. അങ്ങനെ ശാപം കിട്ടിയ അവർ പെട്ടെന്നാണ് അവർക്ക് ബോധ്യമായത്, തങ്ങൾ കാണിച്ച തെറ്റിനെ കുറിച്ച് ബോധ്യമായി. നമ്മളുമൊക്കെ ചിലപ്പം അല്ലേ, നമ്മൾ ബോധ്യം നമ്മളാ ചിലപ്പം നമ്മൾ ചില വിദ്യാഹങ്കാരത്തിന്റെ പുറത്ത് നമ്മൾ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ഈഗോ കയറാറുണ്ട് ഇല്ലേ. നമ്മൾ ചില ആൾക്കാരെ കാണുമ്പോൾ അവനാരാ, അല്ലെങ്കിൽ അവളാരാ, അവനാരാ, അങ്ങനെയല്ലോ വിട്ടുകൊടുത്താൽ ശരിയാവുമല്ലോ എന്നൊക്കെ ഈഗോ കയറാറുണ്ട്. പക്ഷെ ചിലപ്പോൾ നമ്മളെ അത് അബദ്ധത്തിൽ കൊണ്ടുവന്ന് എത്തിക്കും. ശരിക്കും അവിടെ ഒരു ഈഗോ എടുക്കേണ്ട കാര്യമേ ഇല്ല. ആ വസ്തുനിഷ്ഠമായ കാര്യത്തെ വളരെ സൗമ്യമായിട്ട് ഒരുപക്ഷെ അതിനെ സമീപിച്ചാൽ മതി. അല്ലെ അവർ ഈഗോ എടുത്താലും നമ്മൾ ഇച്ചിരി താന്നു കൊടുക്കുന്നതുകൊണ്ട് അവിടെ ഒരു തെറ്റും വരാൻ പോകും. പക്ഷെ അങ്ങനെ നാരദമുനി ഇവരെ ശപിച്ചു. അപ്പൊ ഇവർക്ക് അന്നാരാണ് ഇവർക്ക് പെട്ടെന്ന് മദ്യത്തിന്റെ ലഹരിയൊക്കെ അന്നാരം പോയി. അങ്ങനെ ഇവര് പെട്ടെന്ന് നാരദമുനിയുടെ കാൽക്കൽ വീണ് ഇവര് മാപ്പ് ചോദിച്ച് അപ്പം പറഞ്ഞ്, അപ്പം ദ്വാപരയുഗത്തിൽ ഭഗവാൻ വന്ന് നിങ്ങൾക്ക് ശ്രീകൃഷ്ണനായിട്ട് ഭഗവാൻ വരും, ആ സമയത്ത് നിങ്ങൾക്ക് മോചനം തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അവര് ഈ അർജുന വൃക്ഷമായിട്ട് തീരുകയും അവരങ്ങനെ നിൽക്കുകയും. അങ്ങനെ ഭഗവാന്റെ വരവും കാത്ത് ദ്വാപരയുഗവും കാത്ത് ഇവരിങ്ങനെ അങ്ങ് നിൽക്കുകയാണ്. വലിയ വർഷങ്ങളായിട്ട് ഇങ്ങനെ വളർന്നു. അങ്ങനെ ഭഗവാൻ ദ്വാപരയുഗത്തിൽ ഭഗവാന്റെ അവതാര സമയമായി ഭഗവാൻ അവതരിച്ചു. അങ്ങനെ ഭഗവാന്റെ ആ ബാല്യകാല തീര സമയത്ത് ഭഗവാൻ ഇങ്ങനെ ഒരു ദിവസം യശോദാമ്മയുടെ മടിയിൽ അങ്ങനെ മാമൊക്കെ കുടിച്ച് അങ്ങനെ ചില മയക്കത്തിൽ അങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ യശോദാമായി എന്ത് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അടുപ്പത്ത് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടാണ് വന്നിരുന്നത്. അപ്പൊ അങ്ങനെ ഭഗവാൻ ഇങ്ങനെ പാല് കുടിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്ന് ഇങ്ങനെ ചെറിയ ഒരു രസത്തിൽ ഇങ്ങനെ ഒരു മയക്കം വരുന്ന ഒരു സമയത്താണ് പെട്ടെന്ന് പാല് തിളച്ച് തൂകുകയെന്ന് ചെയ്യുന്നത് അടുക്കള. പെട്ടെന്ന് എന്ത് ചെയ്തു യശോദമായി എന്ത് ചെയ്യുന്നു കഴിഞ്ഞാൽ ഭഗവാനെ പെട്ടെന്ന് കുഞ്ഞല്ലേ പെട്ടെന്ന് എടുത്ത് താഴോട്ടങ്ങ് ഇരുത്തിയിട്ട് പെട്ടെന്ന് പറയുക പോലും ചെയ്യാതെ പെട്ടെന്ന് അടുക്കളയിലേക്ക് അങ്ങ് പോയി. അപ്പം ഭഗവാന് കുഞ്ഞല്ലേ ഭഗവാൻ ഇഷ്ടപ്പെട്ടില്ല. ഭഗവാൻ പെട്ടെന്ന് എന്ത് ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്തോ ഒരു കല്ലിടുന്നു, അവിടെ ഇരുന്ന് വെണ്ണക്കരം തൂക്കി വെണ്ണക്കര ഇട്ടിട്ടുണ്ട്, അത് എറിഞ്ഞ് പൊട്ടിച്ചിട്ട് അവിടെ വന്ന കുരങ്ങന്മാർക്കും എല്ലാം ഈ വെണ്ണ വാരി കൊടുത്ത് മുറിയെല്ലാം അലങ്കോലമാക്കി യശോദമായ അടുക്കളയിലോട്ട് പോയിരിക്കുകയാണ്. ആ വെണ്ണക്കരയെല്ലാം ഉടച്ച് പൊട്ടിച്ചിട്ട് അവിടെ ഈ കുരങ്ങന്മാരും ഒക്കെ ആയിട്ട് ഇങ്ങനെ അങ്ങ് ഇരുന്ന് കഴിയുകയാണ്. യശോദാമായി വന്ന് നോക്കുമ്പോൾ എന്താണ് മുറിക്കകത്ത് മൊത്തം വെണ്ണ എല്ലാം വാരി വലിച്ചെല്ലാം അലങ്കോലപ്പെടും. നല്ലപോലെ നമ്മൾ ഓർത്ത് വേണം രാജകൊട്ടാരത്തോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള മുറികളിലൊക്കെ നമുക്കറിയാം ചെന്ന് കഴിഞ്ഞാൽ
നല്ല കൃത്യമായ രീതിയിൽ അടുക്കി വളരെ ഭംഗിയായിട്ടൊക്കെ വെച്ചിരിക്കുക. അതെല്ലാം കുരങ്ങന്മാരെല്ലാം വന്ന് കയറി എല്ലാം തട്ടി മറിച്ച് എല്ലാം അലങ്കോലപ്പെടുത്തി അങ്ങനെ ഇട്ടിരിക്കുക. അങ്ങനെ യശോദാമ്മയ്ക്ക് അങ്ങ് ദേഷ്യം വന്നു. നമുക്കറിയാം, വീട് ഒരു കിച്ചൺ അലങ്കോലപ്പെടുത്തി ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വൃത്തിയാക്കാൻ അമ്മമാർ എത്രമാത്രം പാടുപെടുമെന്നറിയാം. പാത്രം കഴുകുക എന്ന് പറഞ്ഞതിന് അങ്ങനെ ഒരു ജോലി തന്നെ നമുക്ക് വളരെ വിരസമായ ഒരു ജോലിയാണ്, ഇല്ലേ? പാത്രങ്ങൾ കൂടെ ഒരുപാട് മെമ്പേഴ്സൊക്കെ ഉള്ള വീട്ടിൽ പാത്രങ്ങൾ കഴുകുക, അത് തുടയ്ക്കുക, തൂക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ വളരെ വിരസമാണ്. അങ്ങനെ യശോദാമ്മയ്ക്ക് അങ്ങ് ദേഷ്യം വന്നിട്ടുണ്ടായത് ഭഗവാനെ അങ്ങ് പിടിച്ച് ഓടിച്ചിട്ട് പിടിക്കാനായിട്ട്. അപ്പം ഭഗവാനെ ഓടുകയാണ് കിടന്ന്. എഴുന്നേറ്റ് ഓടി ഭഗവാനെ ഓടിച്ചിട്ട് ഒരു വിധത്തിൽ പിടിച്ച് യശോദാമ്മ. അങ്ങനെ പിടിച്ചിട്ട് ഒരലെടുത്തോണ്ട് വന്നു. കാണുന്നുണ്ട് ഇവിടെ ഭഗവാനെ ഒരലെ കെട്ടാനായിട്ട് ഒരുങ്ങുന്ന ഒരു രൂപമാണ് കാണിച്ചിരിക്കുന്നത്. യശോദാമ്മ ഭഗവാനെ ദാമോദരനെ ഒരലെ കെട്ടാണ്. അങ്ങനെ കൊണ്ടുവന്നിട്ട് കയറെടുത്തോണ്ട് വന്ന് ഭഗവാനെ അങ്ങ് ചുറ്റി കെട്ടുകയാണ്. ഇങ്ങനെ ചുറ്റി കെട്ടി ഇങ്ങനെ ഒരു 2 അങ്കുലം, ഈ തള്ളവന്റെ ഇവിടെ മുതൽ ഇവിടം വരെയുള്ള ഇതിനാണ് അങ്കുലം എന്ന് പറയുന്നത്. കെട്ടി ഇങ്ങനെ വരുമ്പോൾ ഈ 2 അങ്കുലം ഇങ്ങോട്ട് വലിച്ച് കെട്ടാനായിട്ട് പറ്റുന്നു. വീണ്ടും കയറ് കൊണ്ടുവന്നിട്ട് കൂട്ടി കെട്ടി ഒരു 2-3 ചുറ്റും കൂടെ ഇട്ടി കെട്ടാന്ന് വിചാരിച്ച് ഇങ്ങനെ 2 ചുറ്റും കൂടെ ഇങ്ങനെ ഇട്ട് കൊണ്ടുവരുമ്പോൾ ഈ 2 അങ്കുലം ഒക്കുന്നില്ല. അങ്ങനെ യശോദാമ്മ വീണ്ടും കയറുകൊള്ളുന്നു. അങ്ങനെ എങ്ങനെ കെട്ടി വന്നാലും ഈ 2 അങ്കുലം ശരിയാണ്. അപ്പൊ അതിന്റെ ഒരു അർത്ഥം എന്താണ് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഭഗവാനെ ബന്ധിക്കാൻ പറ്റുമോ? ആരാലും ഭഗവാനെ ബന്ധിക്കാൻ പറ്റത്തില്ല. അഥവാ അങ്ങനെ ബന്ധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഭഗവാന്റെ പെർമിഷൻ വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഭഗവാനെ ബന്ധിക്കാൻ പറ്റത്തുള്ളൂ. എങ്ങനെ നമുക്ക് ഭഗവാൻ പെർമിഷൻ തരും അങ്ങനെ ഭഗവാനെ ബന്ധിക്കണമെന്നുണ്ടെങ്കിൽ? നമ്മുടെ പരിശുദ്ധമായ ഭക്തിയാവുന്ന ആ പാശം കൊണ്ട് മാത്രമേ ഉള്ളൂ ഭഗവാനെ ബന്ധിക്കാൻ പറ്റുള്ളൂ. നമ്മൾ കലിയുഗത്തിൽ കണ്ടിട്ടുണ്ട് കുറൂരമ്മ ഭഗവാൻ കൂടെ വന്ന് കുറൂരമ്മയുടെ കൂടെ വന്ന് വേല ചെയ്ത് കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ കലിയുഗത്തിൽ രാമാനുചാര്യര്, മാധവാചാര്യര് ഇവരൊക്കെ ഭക്തിയുത സേവനത്തിൽ ഉന്നതരായ വ്യക്തികളായിരുന്നു. ഇവർക്കൊക്കെ ഭഗവാൻ വന്ന് അടിമവേല ചെയ്ത് കൊടുക്കുമായിരുന്നെന്ന് പറയുന്നത്. നമ്മുടെ ഇതിനകത്ത് പറയുന്നുണ്ട് ഹരിദാസ് താക്കൂർ, അങ്ങനെ നമ്മുടെ പല ആചാര്യന്മാർക്കും ഒക്കെ വന്ന്, രൂപഗോസ്വാമിക്കൊക്കെ രാധാറാണിയൊക്കെ വന്ന് പായസം വരെ വെച്ച് കൊടുത്തിട്ടുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ ഈ കലിയുഗത്തിൽ. അപ്പൊ അത്രമാത്രം ഉന്നതമായ ഭക്തിയിലാണ്. ആ ഉന്നതമായ ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാനെ നമുക്ക് ബന്ധിക്കാം. നമ്മുടെ ഹൃദയത്തിലിട്ട് ഭഗവാനെ ബന്ധിക്കാം. ഭഗവാൻ വന്ന് നമുക്ക് നമ്മൾ രാവിലെ പാടുന്ന ഒരു പാട്ടുണ്ട്, നമ്മൾ ആരതിക്ക് പാടുന്നത് സംസാരതാവനാന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് എനിക്കറിയാൻ വരാം. നമ്മളിവിടെ മംഗളാരതി ഇല്ലാത്തതുകൊണ്ടാണ് ശ്രദ്ധിക്കാതെ. മംഗളാരതി അത് പാടി, അത് 4 മണിക്ക്, അതായത് ബ്രഹ്മമുഹൂർത്തത്തിൽ ആ മംഗളാരതി പാടി കഴിഞ്ഞു കഴിഞ്ഞാൽ, മംഗളാരതി ദിവസവും പാടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് മരണശേഷം ഭഗവാൻ വന്ന് അദ്ദേഹത്തിന് വേല ചെയ്യുമെന്നാണ് പറയുന്നത്. ഭഗവാൻ നമുക്ക് അടിമവേല ചെയ്യുമെന്നാണ് പറയുന്നത്. നമ്മുടെ കാര്യങ്ങളെല്ലാം ചെയ്തു തരുമെന്നാണ് പറയുന്നത്. അത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേറ്റ് പാടുന്ന, നിരന്തരം പാടുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെയാണ് ഭക്തിയാണെന്ന പാശം കൊണ്ട് മാത്രമേ ഭഗവാനെ ബന്ധിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ യശോദാമ്മയുടെ ഈ പടാപ്പാട് കണ്ടുകൊണ്ട് ഭഗവാനുള്ളിൽ ചിരി വരുന്നുണ്ട്. അങ്ങനെ ഭഗവാൻ അവസാനം അമ്മയുടെ ഈ പടാപ്പാട് കൊണ്ട് അവസാനം ഭഗവാൻ അങ്ങ് സമ്മതിക്കുകയാണ് കെട്ടാനായിട്ട്. അങ്ങനെ അവസാനം കെട്ടിക്കഴിഞ്ഞ് യശോദാമ്മ അങ്ങ് പോയി. ഭഗവാൻ എന്ത് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞും ഒക്കെ നിന്ന് ഈ ഒരലങ്ങ് മറിച്ചിട്ടിട്ട് ഒരലും വലിച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങ് നടന്ന് വലിച്ചുകൊണ്ട് അങ്ങ് പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു കൊച്ചുകുട്ടി ആ ഒരലൊന്നും നമുക്കറിയാം. ഓരോരല് കല്ലുകൊണ്ടുള്ള ഓരല് നമുക്ക് അറിയാം, അതെന്തുമാത്രം കനമുണ്ട് എന്നറിയാം. അതും വലിച്ചുകൊണ്ട് ഭഗവാൻ ഇങ്ങനെ പോവാണ്. ഭഗവാൻ ഇങ്ങനെ നടന്ന് ഈ 2 യമുനാർജുന വർഷം നിൽക്കുകയാണ്. അതിനിടയ്ക്കോടെ ഭഗവാൻ നടന്ന് പോയി അപ്പുറത്തേക്ക് പോവാണ്. അപ്പൊ ഈ ഒരല് വലിച്ച് അങ്ങ് 2 ഈ യമുനാർജുന വൃക്ഷം കൂടെ 2 വീഴാണ്. അപ്പൊ ഗോവന്മാരൊക്കെ ഇത് കണ്ടോണ്ട് നിൽക്കുകയാണ്. ഈ വലിയ വൃക്ഷം 2 ഭയങ്കര വടവൃക്ഷം പോയിട്ട് നിൽക്കുന്ന ആ യമുനാർജുന വൃക്ഷം ഭഗവാൻ മറിച്ചിടുകയാണ്.
അപ്പൊ അവര് നോക്കി നിൽക്കുന്ന ഗോപന്മാരെ കുറച്ചുപേര് കണ്ടെന്നാണ് പറയുന്നത്. വേറെ ആരും അങ്ങനെ കണ്ടില്ല. ഭഗവാന്റെ കൂട്ടുകാരായ ഗോപന്മാരെ ഒരു കുറച്ച് നാട്ടുകാരൊക്കെ കണ്ടെന്ന് പറയുന്നത്. ഈ രണ്ട് ഇഷ്ടത്തിൽ നിന്നും രണ്ട് രൂപങ്ങൾ വന്ന്, രണ്ട് തേജസ്സാർന്ന രണ്ട് രൂപം. അത് ആരായിരുന്നത്? മണിഗ്രീവനും നളകുബേരനും. അവര് വന്ന് ഭഗവാനെ വന്ന് തൊഴുത് ഇട്ട് അവര് ശാപമോഷം ഭഗവാന് നന്ദി പറഞ്ഞിട്ട് അവരങ്ങ് അപ്രത്യക്ഷമായി. അപ്പൊ അതാണ് നമ്മുടെ ഒരു ലീല. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങളെ, കാമത്തെ നമ്മള് നേർവഴിക്ക് ഭഗവത് സേവനത്തിൽ അർപ്പിച്ചില്ലെങ്കിൽ പറ്റുന്ന അബദ്ധവും മണ്ടത്തരവുമാണ്. അപ്പൊ നമ്മള് എല്ലാ ക്ലാസ്സിലും നമ്മൾ പറയുന്നതാണ്, ആവർത്തനമാണെങ്കിൽ പോലും നമ്മുടെ ആഗ്രഹങ്ങളെ ഭഗവാന് സമർപ്പിക്കുക. ഭഗവാനോട് പറയാം, നമുക്ക് എന്ത് വേണം നമുക്ക് പറയാൻ ഭഗവാനോട്. അങ്ങനെ സംവേദിച്ച് ഭഗവാനെ നമ്മൾ ചേർത്ത് നിർത്തി വേണം നമ്മളെ കലിയുഗത്തിൽ മുന്നോട്ട് പോകാൻ. അല്ലെങ്കിൽ അടിക്ക് നമുക്കറിയാം, നമ്മൾ എത്ര നേരെ ജീവിച്ചു പോയാൽ പോലും നമുക്ക് പ്രതിസന്ധികളാണ്. നമുക്ക് ടെൻഷനും മാനസിക പെരുമുറുക്കവും ഒക്കെയാണ്. അപ്പം ഭഗവാനെ നമ്മൾ ഓർമ്മിക്കാതെ സ്മരിക്കാതെ പോയി കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നേരെ ജീവിക്കുന്നവർക്ക് പോലും ജീവിക്കാൻ പറ്റുമില്ലാത്ത അവസ്ഥയാണ്. അത്രമാത്രം തീക്ഷ്ണമാണ് കലിയുഗത്തിന്റെ ആ ഒരു പ്രഭാവം. അതുകൊണ്ട് ഭഗവാനെ നമ്മൾ ചേർത്ത് പിടിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. അതുപോലെ തന്നെ പിന്നെ ദാമോദര മാസവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു എലിയുടെ കഥയുണ്ട്. നമ്മൾ എല്ലാ തവണയും നമ്മൾ പറയുന്നതാണെങ്കിലും പറയുകയാണ്. ജഗന്നാഥ് പുരി ഇതുപോലെ ഒരു എലി, നമുക്കറിയാം, നമ്മൾ വിളക്ക് കത്തിക്കുന്നത്. ഞാൻ വീട്ടിൽ വിളക്ക് വെച്ച് നമ്മൾ ആട്ടിനകത്തും എലി വന്ന് ഈ തിരിയൊക്കെ എണ്ണ കുടിക്കും. രാത്രി വന്ന് പൂവൊക്കെ അലങ്കോലപ്പെടുത്തിയിടും, എണ്ണ കുടിക്കും. ഞാൻ മിക്കവാറും വീട്ടിൽ എലിയുടെ ശല്യമുണ്ട്. നമ്മൾ കൊല്ലാനായിട്ട് നമുക്ക് പാടാം. പിടിച്ചിട്ട് ഇതിനെ ദൂരെ കൊണ്ട കളയുകയാണ് ചെയ്യാറ്. എലി കൂട് വെച്ച് പിടിച്ചിട്ട് കില്ലിക്കലോ അവിടെ വല്ലതും ഞാൻ കൊണ്ട് കളയാണ് ചെയ്യാറ്. അങ്ങനെ അപ്പൊ ഈ എലി വന്ന് വീട്ടിലെ ഇതുപോലെ ശല്യം ഉണ്ടെന്ന് പറയാം. എപ്പോഴും വന്ന് എന്താ പറയുക, നരസിംഹ ഭഗവാന്റെ ഫ്രണ്ട് ഇരിക്കുന്ന പൂക്കളെല്ലാം എടുത്തോണ്ട് ഞാൻ ശ്രദ്ധിക്കാം. നരസിംഹ ഭഗവാനോട് എനിക്കെന്താ ഒരു വിദ്വേഷം. നരസിംഹ ഭഗവാന്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന പൂക്കളൊന്നും കാണുന്നില്ല. എലി വന്ന് എടുത്തോണ്ട്. അപ്പൊ ഈ എലി അങ്ങനെ ജഗന്നാഥ് പുരിയിൽ ഇതുപോലെ എലി വന്നിങ്ങനെ എണ്ണ കുടിക്കുന്ന പതിവാണ് വന്നത്. നമുക്കൊരു ക്ഷേത്രത്തിൽ ഒരുപാട് താഴെ എണ്ണ വെക്കും, തൂക്കിയിടുന്ന അതിനെ എലിക്ക് കയറാൻ പറ്റത്തില്ല. നിലത്തൊക്കെ അങ്ങനെ കത്തിച്ച് വെക്കും. അങ്ങനെ എണ്ണ വന്ന് കുടിക്കും. അങ്ങനെ ഒരു എലി വന്നിങ്ങനെ എണ്ണ കുടിച്ചോണ്ടിരിക്കുന്ന അതിന്റെ എലിയുടെ പല്ലിൽ ഉടക്കുകയും എലി വേദന കൊണ്ട് തിരി കത്തി നിൽക്കല്ലേ, തിരി പല്ലിൽ ഉടക്കിയിട്ട് എലി ചുണ്ട് പുള്ളി ഇട്ട് എലി ഇങ്ങനെ 7 തവണ ചാടിയെന്നാണ് പറയുന്നത്. ഇനി ആ മരണവപ്രാണത്തിൽ 7 തവണ ചാടി. അപ്പം ഇങ്ങനെ ചാടുകയാണ്, വട്ടത്തിൽ കറങ്ങാണ്. അപ്പം ഭഗവാൻ ഒരു 7 തവണ നമ്മളിങ്ങനെ ഒഴിയുന്ന പോലെ ആ ഒരു രീതിയാണ്. തീ കത്തി ഇങ്ങനെ ചാടി എലിയാണ് പടഞ്ഞങ്ങ് മരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ മൃഗജന്മത്തിലോ അല്ലെങ്കിൽ പക്ഷികളോ അല്ലെങ്കിൽ വൃക്ഷങ്ങളോ ഒക്കെ ആയിട്ട് ജനിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും മോക്ഷപ്രാപ്തി ഉണ്ടാകത്തില്ല. അത് വീണ്ടും ബഹുനാൻ ജന്മനാമന്തേ ജ്ഞാനവാൻ പ്രവർത്തിയന്തേ, വീണ്ടും പല ജന്മങ്ങൾ എടുത്തെടുത്ത് അവസാനം മനുഷ്യജന്മത്തിൽ വന്ന് ഏത് മനുഷ്യജന്മത്തിലാണോ വാസുദേവൻ ഭഗവാൻ ആരാണെന്ന് അറിയുന്ന ആ ഒരു ജ്ഞാനത്തിലേക്ക് എത്തുമ്പോൾ മാത്രമേ ഉള്ളൂ നമ്മൾ യഥാർത്ഥ ഒരു മോക്ഷത്തിലേക്കുള്ള ആ റൂട്ടിലേക്ക് നമ്മൾ എത്തപ്പെടുത്തുള്ളതെന്ന് പറയും. അപ്പൊ അങ്ങനെ ആ എലിക്ക് ഭഗവാൻ ഒരു ആരതിയെ കാണിച്ചതെന്ന് ഭഗവാൻ അത് അങ്ങനെ എടുത്ത് മുകളിലേക്ക് എടുത്തു. അങ്ങനെ ആ എലിക്ക് മോക്ഷം കൊടുക്കണം. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഒരു എലിക്ക് അതിന്റെ തിരി പല്ലിൽ ഉടക്കിയിട്ട് അത് അബദ്ധത്തിൽ കാണിക്കുന്നതാണ്, എന്നിട്ട് എനിക്ക് മോക്ഷം കൊടുത്തെന്ന് ഓർക്കണം ഭഗവാൻ. അത്രമാത്രം കാരുണ്യവാനാണ്. അപ്പൊ നമ്മൾ അറിഞ്ഞുകൊണ്ട് കാണിക്കുന്നതോ അത് ഭഗവാൻ ഏത് രീതിയിൽ എടുക്കും നമ്മൾ ചിന്തിച്ചോണ്. ഈ ദാമോദരമാസം അറിയാതെ എലി അബദ്ധത്തിൽ കാണിച്ച മോക്ഷം കിട്ടുകയില്ലാത്ത ഒരു ജീവിക്ക് ഭഗവാൻ മോക്ഷം കൊടുത്തെങ്കിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഭഗവാൻ നെയ്വിളക്ക് കാണിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ നമുക്ക് എന്ത് വരുമെന്ന് ആലോചിച്ച് നോക്കി. മോക്ഷത്തെ അപ്പുറത്തുള്ള എന്തെങ്കിലുമൊക്കെ ഭഗവാൻ നമുക്ക് തരാം. അപ്പൊ അത്രമാത്രം പ്രാധാന്യമുണ്ട് ഈ ദാമോദര മാസത്തിന്. നമുക്ക് ദാമോദര മാസത്തിന്റെ ചില പ്രത്യേകതകളൊക്കെ നമുക്ക് വായിക്കാം. നമുക്ക് ഹരിഭക്തി വിലാസത്തിനകത്ത് ദാമോദര മാസത്തെ കുറിച്ച് പറയുന്നുണ്ട്.
കാർത്തിക പ്രവരോ മാസോ വൈഷ്ണവാനാം പ്രിയ സദാ കാർത്തികം സകലം യസ്തു ഭക്ത്യാ സേവത വൈഷ്ണവ പിതൃ ഉദ്ധാരതേ സർവാൻ നരകസ്ഥാന മഹാമുനെ. അതായത് മാസങ്ങളിൽ വെച്ച് ഉത്തമമായ കാർത്തിക മാസം വൈഷ്ണവർക്ക് ഏറ്റവും പ്രിയങ്കരമായതാണ്. പരിപൂർണ ഭക്തിയോടുകൂടി കാർത്തിക മാസ വ്രതം അനുഷ്ഠിക്കുന്ന ഒരു വൈഷ്ണവൻ തന്റെ പിതൃക്കളെയും നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. വൈഷ്ണവനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മന്ത്രങ്ങളും അങ്ങനെയൊന്നും ഒരുപാട് നമ്മൾ ചൊല്ലുന്ന ആൾക്കാരല്ല. ഒരുപാട് മന്ത്രങ്ങളുണ്ട് വേദങ്ങളിലൊക്കെ. അതൊക്കെ നമ്മൾ ബ്രാഹ്മണർ അതൊക്കെ ചൊല്ലും. നമുക്കറിയാം, ഒരു പുരുഷ സൂക്തം, നാരായണ സൂക്തം, അങ്ങനെ ഒരുപാട് മന്ത്രങ്ങളൊക്കെ അവർ ചൊല്ലും. അവര് അപ്പൊ ഇങ്ങനെ ചൊല്ലി 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 അവർ പല ദേവന്മാരെ ഉള്ള മന്ത്രങ്ങളൊക്കെ അവർ ചൊല്ലും. പക്ഷെ നമ്മൾ വൈഷ്ണവര് എന്തൊക്കെ മന്ത്രങ്ങളാണ് ചൊല്ലുന്നത്? നമ്മൾ പ്രധാനമായിട്ടും ചൊല്ലുന്ന എന്താണ്? ഭഗവാന്റെ നാമത്തിൽ നിന്ന് വന്ന ഹരേ കൃഷ്ണ മഹാമന്ത്രം. ഇത് ചൊല്ലിയാൽ മതി എന്ന് പ്രഭുപാദൻ പറഞ്ഞു. അപ്പൊ കഴിഞ്ഞ ആ സത്സംഗത്തിനകത്ത് നമ്മുടെ ദേവദാസ് പ്രഭു പറഞ്ഞ് ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? നിങ്ങൾ ഹരേ കൃഷ്ണ മഹാമന്ത്രം നിങ്ങൾ ജപിച്ചാൽ മതി. 16 മാല നിങ്ങൾ ജപിക്കുക, ഭക്തിയോട് സേവനം ചെയ്യുക, ഭഗവാന്റെ സേവനങ്ങൾ അർപ്പിക്കുക. അഥവാ നിങ്ങൾക്ക് മരണസമയത്ത് നിങ്ങൾക്ക് ഭഗവാന്റെ നാമത്തിൽ ഗോലോകത്ത് എത്താൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യുന്നതാണ് പറഞ്ഞത്? പ്രഭാതർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഭഗവാൻ നിങ്ങളെ വാതിൽ തുറന്ന് കയറ്റിയില്ല എന്നെങ്കിൽ നിങ്ങളെ പുറവശത്തെ ഡോർ വരെ ഞാൻ നിങ്ങളെ കയറ്റുമോ? പ്രഭാതർ പറഞ്ഞ നമ്മൾ ഭക്തിയോട് സേവനം ചെയ്യുക. അപ്പം കാർത്തിക മാസത്തിൽ നമ്മൾ ദീപം കാണിക്കുന്നതിന് അത്രയും പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ദീപം കാണിക്കുന്നതുകൊണ്ട് ആർക്കും കൂടെ മോക്ഷത്തിലേക്ക് എത്താം. നമ്മുടെ പിതൃക്കന്മാർ നമുക്ക് അവരെ കാണാൻ പറ്റത്തില്ല. നമ്മുടെ വീട്ടിലുണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മുടെ കൂടെ അവർ വരുന്നുണ്ടായിരിക്കും. നമുക്ക് ഇഷ്ടമുള്ളവരാണെങ്കിൽ അരൂപിയായിട്ട് ആത്മാവായിട്ട് അവർ ഗതി കിട്ടാൻ നടക്കുന്നവരാണെങ്കിൽ നമ്മുടെ കൂടെയൊക്കെ വരുന്നുണ്ടാകാം. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ ദീപം കാണിക്കുന്നതിലൂടെ അവർക്കും മോക്ഷപ്രാപ്തി ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു തലത്തിലേക്ക് നമുക്ക് എത്തിക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഹരിഭക്തി വിലാസനത്തിനകത്ത് എപ്പടേ പ്രിയതോ നിത്യം ഈ ശ്ലോകം ഭാഗവത മുനി അഷ്ടാദശ പുരാണാനാം കാർത്തികേ വലമാപ്നുയാത്. അല്ലയോ മഹർഷേ, കാർത്തിക മാസത്തിൽ ശ്രീ ഭാഗവത്തിലെ ശ്ലോകങ്ങൾ പതിവായി പാരായണം ചെയ്യുന്ന ഒരു വ്യക്തി 18 പുരാണങ്ങളും പാരായണം ചെയ്തതിന്റെ പുണ്യഫലങ്ങൾ നേടും. അപ്പൊ ഈ കാർത്തിക മാസത്തിൽ നമ്മൾ ഭാഗവതം പാരായണം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആർക്കും ചെയ്യാം, ഭാഗവതം പാരായണം ചെയ്യാം. ഭാഗവതം ഇന്ന സമയത്തോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പാരായണം ചെയ്യണമെന്ന് അങ്ങനെയൊന്നുമില്ല. എപ്പോൾ വേണേലും നമുക്ക് പാരായണം ചെയ്യാം. അപ്പം ശുദ്ധമായിട്ടൊക്കെ ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുമെന്നാണ് പറയുന്നത്? 18 പുരാണങ്ങൾ പാരായണം ചെയ്തതിന്റെ ഫലം കിട്ടുമെന്നാണ് പറയുന്നത്. 18 പുരാണങ്ങളുണ്ട്. അപ്പൊ നമ്മളതൊന്നും പുരാണങ്ങളൊന്നും നമ്മളങ്ങനെ നോക്കാറില്ല. പക്ഷെ പ്രഭാതര നമുക്ക് ഉദാഹരണങ്ങൾക്കകത്ത് പല പുരാണങ്ങളൊക്കെ കോട്ട് ചെയ്താണ് പ്രഭാതര നമുക്ക് വരുന്ന പുരാണങ്ങളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട് സമയമില്ല. പിന്നെ ഞാൻ വീട്ടിൽ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പുരാണമൊക്കെ. ഇടയ്ക്ക് വല്ലപ്പോഴും ഒക്കെ റെഫറൻസിനൊക്കെ എടുത്ത് നോക്കും. നല്ലത് നമുക്ക് നിലവിലുള്ള ഗ്രന്ഥങ്ങളൊക്കെ തന്നെ പഠിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ലാത്ത ഒരു അവസ്ഥയാണ്. അതേപോലെ തന്നെ ഹരിഭക്തി വിലാസ ദുർലഭോ മാനുഷാദേഹോ ദേഹിനാംശനഭംഗുര തത്രാപി ദുർലഭകാലഃ കാർത്തികോ ഹരിവല്ലഭ. മനുഷ്യജന്മം ഒരു ക്ഷണനേരത്തേക്ക് നീണ്ടു നിൽക്കുന്നതാണെങ്കിൽ പോലും അത് അപൂർവവും അമൂല്യവുമാണ് എന്നാണ് ഹരിഭക്തി വിലാസം പറയുന്നത്. അപ്രകാരം തന്നെ ഭഗവാൻ കൃഷ്ണന് പ്രിയങ്കരമായ കാർത്തിക മാസം കസ്ത്രമാണെങ്കിൽ പോലും അസുലഭവും അമൂല്യവുമാകും നമ്മുടെ ജീവിതം എന്നാണ് പറയുന്നത്. കാർത്തികം ഖലു വൈ മാസം സർവ മാസേഷു കോട്ടമാം പുണ്യാനാം പരമം പുണ്യം പാവനാം സപാവനം. കാർത്തിക മാസം മാസങ്ങളിൽ വെച്ച് ഉത്തമമാണെന്നാണ് ഹരിഭക്തി വിലാസം പറയുന്നത്. പുണ്യപ്രവൃത്തികളിൽ വെച്ച് ഏറ്റവും പുണ്യകരമായതും പൗത്രീകരിക്കാൻ ശക്തിയുള്ളതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണ്. നമുക്ക് എത്രമാത്രം പാവങ്ങളാലും അല്ലെ മറ്റ് അശുദ്ധിയാലും നമുക്കറിയാം, അശുദ്ധി അതൊക്കെ പലതരത്തിലും നമ്മളിലേക്ക് എത്താം ഇല്ലേ? വാക്കുകളിലൂടെ അശുദ്ധി വരാം, ആഹാരത്തിലൂടെ അശുദ്ധി വരാം, ചില പ്രവൃത്തികളിലൂടെ അശുദ്ധി വരാം, മറ്റുള്ളവരുടെ ചില പ്രവൃത്തികളിലൂടെ നമുക്ക് അശുദ്ധി വരാം ഇല്ലേ? ഇങ്ങനെ പല പല രീതികളിലൂടെ അശുദ്ധി നമുക്ക് വരാം. അപ്പൊ നമ്മൾ ഈ കാർത്തിക മാസത്തിൽ നമ്മൾ ഇത്യാദി കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയും ദാമോദരാഷ്ടമൊക്കെ പാടിയാലും നമ്മളത് ശുദ്ധീകരണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്.
അപരാധ സഹസ്രാണി പതകാനി മഹത്യാഭി ശമന്തസ്യ ഹരിദേവ പൂജിതേ. കാർത്തികേ പ്രഭു, കാർത്തിക മാസം തന്നെ ആരാധിക്കുന്ന ഒരുവൻ ചെയ്തു കൂട്ടിയ അതിഭയാനകമായ പാപകർമ്മങ്ങളുടെ കൂമ്പാരത്തെയും ആയിരക്കണക്കിന് അപരാധങ്ങളെയും സർവശക്തനായ ഭഗവാൻ ഹരി പൊറുക്കുന്നു. അപ്പം കാർത്തിക മാസം തന്നെ ആരാധിക്കുന്ന ഒരുവൻ ചെയ്തു കൂട്ടിയ അതിഭയാനകമായ പാപങ്ങളുടെ കൂമ്പാരത്തെ നമുക്കറിയാം. ചിലപ്പോൾ നമ്മൾ അറിയാൻ മേലാതെ ഒരു പക്ഷേ അറിഞ്ഞുകൊണ്ടുമൊക്കെ നമ്മൾ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാകാം, പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാകും. ഇനിയും ചിലപ്പോൾ ചെയ്യാനിരിക്കുന്നുണ്ടാകാം, ചെയ്തു പോകുന്നുണ്ടാകും. ഭൗതിക ജീവിതം അങ്ങനെയാണ്. പാപം ചെയ്യാൻ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ അടുപ്പത്ത് വെള്ളം ചൂടാക്കാൻ എത്താൻ പോലും കോടാനുകോടി ജീവികൾ മരണപ്പെടുക. നമുക്കറിയാം മരിക്കുന്നതിൻ്റെ ഒരു വേദന. അപ്പം നമ്മൾ നടക്കുമ്പോഴും ഒക്കെ ഒരുപാട് ജീവികൾ ചാകുന്നുണ്ട്, മരണപ്പെടുന്നു. അപ്പം അതൊക്കെ അറിയാൻ മേല ചെയ്യുന്നതാണ്. പിന്നെ അറിഞ്ഞ് ചെയ്യുന്ന നമുക്ക് അവരവർക്കറിയാം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള അറിയാം. നമ്മൾ അറിവില്ലായ്മ സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും. അപ്പൊ അങ്ങനെ കർമ്മങ്ങളുടെ കൂമ്പാരങ്ങളെ ആയിരക്കണക്കിന് അപരാധങ്ങളെ സർവശക്തനായ ഭഗവാൻ പൊറുക്കുന്നതാണ്. അപ്പൊ അതെല്ലാം ഭഗവാൻ പൊറുക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മള് ദാമോദര മാസത്തിന് അത്രമാത്രം പ്രാധാന്യങ്ങളുണ്ട്. നമ്മൾ വീട്ടിൽ നെയ്വിളക്ക്, നമ്മൾ എത്ര പേരുടെ വീട്ടിൽ ദാമോദര ഭഗവാന്റെ ഫോട്ടോ ഉണ്ട്? എല്ലാവരും ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? മാതയുടെ കയ്യിലില്ലല്ലേ? മാതയെ തന്നുവിടായിരുന്നു. ദാമോദര ഭഗവാന്റെ ഫോട്ടോ നമ്മൾ വെച്ചിട്ട് നമ്മൾ വൈകിട്ട് നാമൊക്കെ ചൊല്ലുക. അതുപോലെ തന്നെ ഹരേകൃഷ്ണമാകുന്നത് നമ്മൾ എന്ത് മന്ത്രങ്ങൾ വേണമെങ്കിലും നമ്മൾ ചൊല്ലിക്കോ, പക്ഷെ അതിൻ്റെ കൂടെ ഹരേകൃഷ്ണമാകുന്നതും കൂടെ നമ്മൾ ചൊല്ലണം. രാവിലെ വൈകിട്ട് ഓരോ മാല നമ്മൾ ജപിക്കണം. പിന്നെ നമുക്ക് കൂടുതൽ ജപിക്കണം തോന്നുവാണെങ്കിൽ നമ്മൾ കൂടുതൽ ജപിക്കാം. ഈ കാർത്തിക മാസത്തിൽ നമ്മൾ എല്ലാ ദിവസവും ദാമോദര ഭഗവാന്റെ ആ ഒരു ഫോട്ടോ വെച്ചുകൊണ്ട് എങ്ങനെയാ ദാമോദര ലീല, ആ ഭഗവാന്റെ ആ ലീല, ആ ഫോട്ടോയിൽ നമ്മൾ ദാമോദരാരതി ചെയ്യുന്നത് ഭഗവാന്റെ പാദത്തിൽ 4 പ്രാവശ്യം. നമ്മൾ സാധാരണ നമ്മളിവിടെ ഓരോരുത്തരാണ് നിന്ന് ഒഴിയുന്നത്. നമുക്കത് കുറച്ചുകൂടെ മാറി നിന്ന് നമുക്ക് ഒഴിയാം, ഇച്ചിരി അകന്ന് നിന്നുകൊണ്ട്. നമ്മുടെ ആ കണ്ണിന്റെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടല്ലോ, നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ മാതയുടെ നേരെ ഇങ്ങനെ ഓടിക്കുക, നമ്മുടെ ആ ഒരു നമ്മുടെ വ്യൂ പോയിന്റ് അങ്ങനെ വെച്ചുകൊണ്ട് നമുക്കിങ്ങനെ ഭഗവാന്റെ പാദത്തിൽ ഇങ്ങനെ 4 പ്രാവശ്യം ഇങ്ങനെ പാദത്തിൽ, പിന്നെ ഉടലിൻ്റെ അവിടെ 2 പ്രാവശ്യം, തലയുടെ അവിടെ 3 പ്രാവശ്യം ഇങ്ങനെ അടുത്ത് വന്ന് നമ്മളിങ്ങനെ ഒഴിയേണ്ട കാര്യമില്ല. നമ്മൾ അങ്ങോട്ട് മാറി നിന്ന് കഴിഞ്ഞാൽ ഒരു 3-4 പേർക്ക് ഒരേ സമയം നമുക്ക് ഒഴിയാം, കത്തിച്ച് നമുക്കിങ്ങനെ അങ്ങനെ ഒഴിയാം. അങ്ങനെ എന്നിട്ട് ഇങ്ങനെ നമ്മുടെ ആ കണ്ണിൻ്റെ ആ വ്യൂ പോയിന്റ് വെച്ചിട്ട് ഇങ്ങനെ ദൂരെയാണെങ്കിലും നമ്മളിങ്ങനെ ഓട്ടോയിൽ നമ്മൾ കാണാമല്ലോ, നമുക്ക് അങ്ങനെ മൊത്തത്തിൽ 7 പ്രാവശ്യം പാദത്തിൽ 4, ഉടലിന്റെ അവിടെ വയറിന്റെ ഭാഗത്ത് 2, തലയുടെ ഭാഗത്ത് 3 പ്രാവശ്യം ഒഴിയുക. എന്നിട്ട് മൊത്തം ഇങ്ങനെ ഭഗവാനെ 7 പ്രാവശ്യം ഇങ്ങനെ കാണിക്കുക. എന്നിട്ട് 7ാമത്തെ പ്രാവശ്യം നമ്മളെ കൂടെ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. അപ്പം നമുക്ക് ദാമോദരാഷ്ടം പ്രിന്റ് ഔട്ട് എടുത്തിട്ടുണ്ട്. ദാമോദരാഷ്ടം എല്ലാവരും ഉണ്ടോ? ഇല്ലെങ്കിൽ എല്ലാവർക്കും പ്രിന്റ് ഔട്ട് തരാം, അത് നോക്കി ചൊല്ലിത്തരും. അപ്പം നമ്മളത് ഒരാൾ ചൊല്ലിത്തരുന്നത് കേട്ട് നമ്മൾ ചൊല്ലുക, കൂടുതൽ പാടാതെ ചൊല്ലിത്തരുന്നത് കേട്ട് നമ്മൾ പാടുക. അല്ല, നമ്മൾ അത് പിന്നീട് നമുക്ക് നല്ലൊരു ഫോട്ടോ നമ്മൾ ഫ്രെയിം ചെയ്ത് നമ്മൾ വെക്കണം. നമുക്ക് പിന്നീട് സൂക്ഷിച്ച് വെക്കണം, നമ്മൾ കളയരുത്. നമ്മൾ ആരെങ്കിലും അങ്ങനെ ഫോട്ടോ ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഇത് വേണം, നമ്മൾ ആ മാസത്തിൽ അതെടുത്ത് വെക്കണം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്താ മതി, കുഴപ്പമില്ല, ദാമോദര മാസം വെച്ചാൽ മതിയാവും, അതാണ് നല്ലത്. ജനയിരിക്കുന്നതൊന്നും കുഴപ്പമില്ല. അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ ഇന്നലെ എടുത്ത ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് ഈ വിഷയത്തിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കണം. നമ്മൾ എടുത്ത വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ട് ചോദിക്കാം. സമാന മാസത്തെ പറ്റി വേറെ ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ട്. അടുത്ത ക്ലാസ്സിൽ പ്രഭുവും കുറച്ച് കാര്യങ്ങളൊക്കെ പറയും. അതിന്റെ കുറെ നിബന്ധനകളും രീതിയും ഞാൻ കുറച്ച് ചുരുക്കിയാണ് പറഞ്ഞത്.
ഓരോ 15 മിനിറ്റ് വെച്ചാണ് ഞാനെടുത്ത് ഒരു 15 മിനിറ്റ് ഭഗവത്ഗീത ആ ഒരു ഇത് പറയാനും 15 മിനിറ്റ് യവനാർജുന വൃക്ഷവും അതുപോലെ തന്നെ മണിഗിരിവിന്റെ നളിഗുരു കുബേരന്റെ കാര്യം പറയാനും പിന്നെ കുറച്ച് സമയം ആ എലിയുടെ കാര്യം അങ്ങനെ ടൈം ഇതായിട്ട് 3/4 മണിക്കൂറാണ് ഞാനത് എടുത്തത്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ. അപ്പം നിർത്താം.